സെക്സ് വർക്കേഴ്സ് യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? അവരുടെ ശരീരം ഈ വരുന്ന പുരുഷന്മാർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ആക്കി അവർക്ക് കൊടുക്കണം. ജസ്റ്റ് ഒബ്ജക്റ്റ് അല്ല, അവന്റെ അവരത്ര ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും പൈസ കൊടുത്ത് അവിടെ പോകുന്നത്. അതെ, അത്ര ഫ്രസ്ട്രേഷൻ പെൺകുട്ടീനെ റേപ്പ് ചെയ്യാതോ അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ അവന്റെ അപ്പുറത്തെ വീട്ടിൽ ആർക്കും റേപ്പും സംഭവിക്കാതെ ഗ്ലോറിഫൈ ചെയ്യല്ല മാം. അങ്ങനെയുള്ള നരമ്പ് രോഗികളെ ഗ്ലോറിഫൈ ചെയ്യരുത്. കാലാകാലങ്ങളായി സമൂഹത്തിന് ഗ്ലോറിഫൈ ചെയ്യരുത്. കാലാകാലങ്ങളായി സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ബാലൻസ് ആണ്. മനസ്സിലായി? ഇങ്ങനെ പെർവേർട്ട് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നടന്ന പുരുഷന്മാർക്ക് അത് ഇറക്കി വെക്കാൻ at low cost. No, you know it's never a low cost. It's never a low cost. ഇത് ഇവിടെ യഥാർത്ഥത്തിൽ മാം വളരെ സ്ത്രീവിരുദ്ധമായ പ്രസ്താവന നൽകുന്നത്. അതായത് പുരുഷനെ ഏറ്റവും ചെറിയ മുതലില് അവന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി കാലാകാലങ്ങളായി പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു. 1 minute. മാം ഇവിടെ വളരെ ലോ കോസ്റ്റ് എന്ന് പറഞ്ഞ എന്ത് കാര്യത്തിന്റെ പേരിൽ അറിയോ? ഒരു പെണ്ണ് അവളുടെ ശരീരം ഈ പെർവേർട്സിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു പെണ്ണിന്റെ ഡിഗ്നിറ്റിയെ അങ്ങേയറ്റം താഴ്ത്തി കളയുന്ന ഒരു കാര്യമാണ്. ഡിഗ്നിറ്റി കുറഞ്ഞൊരു വർക്കാണെന്നാണ് ഇപ്പൊ പറയുന്നത്. ഒബ്വിയസ്ലി കാരണം അവിടെ സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ ആണ് നടക്കുന്നത്. അവിടെ പെണ്ണിന്റെ ശരീരം വെറും ഒരു ഒബ്ജക്റ്റ് ആയി മാറുകയാണ്. വെറും ഒരു പണ്ട് കാലാകാലങ്ങളായിട്ട് സെക്സ് വർക്കേഴ്സും പറയുന്ന ദേവദാസി പറയുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് സ്പേസുകളിൽ ബാലൻസ് നടന്നിട്ടുള്ളത്. റെയിൽവേ വർക്കേഴ്സിന്റെ പുരുഷന്മാർ ഇങ്ങനെ ആയി എന്നുള്ളത് എങ്ങനെയാണ്? സ്ത്രീകളെ ഇങ്ങനെ വെച്ചിട്ടാണോ അത് അങ്ങനെ ബാലൻസ് ചെയ്യാൻ? നിങ്ങൾ ഈ ഇമോഷൻ ഒരു റേപ്പിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു റേപ്പിനെ ന്യായീകരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിനേക്കാൾ 100 ഇരട്ടി ഇന്റൻസിറ്റിയിൽ ഞാൻ അതിനെതിരെ ചൂടായി സംസാരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരാളില്ല, റേപ്പിനെ ന്യായീകരിക്കുന്ന ഒരാളില്ല. പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷനെ ന്യായീകരിക്കുന്നതുകൊണ്ടാണെന്നാണോ പറയുന്നത്? ന്യായീകരിക്കുമല്ല. ദാറ്റ് ഈസ് എ റിയാലിറ്റി ഓഫ് എ ബാലൻസ്. മാം പറഞ്ഞെന്താ അറിയോ? മാം അവിടെ പറഞ്ഞെന്താ വെച്ചാൽ സമൂഹത്തിൽ കുറെ ഇങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്. അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സൊസൈറ്റിക്ക് ഒരു ബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അവരുടെ ശരീരം മാത്രം വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം എന്നാണ് പറയുന്നത്. അതിനോളം സ്ത്രീയുടെ ഡിഗ്നിറ്റിയെ കുറക്കുന്ന വേറെ എന്താ ഉള്ളത്? അത്രമാത്രം വില കുറഞ്ഞ ഒന്നല്ല സ്ത്രീ.